Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullih wa kafaa billahi shahida. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. كتاب أنزلناه إليك مبارك ليدبروا آياتي وليتذكر أولو الألباب. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്ക് നമ്മുടെ കൈവശമുള്ള അനുഗ്രഹങ്ങളെ എത്രമാത്രം നമുക്ക് അനുഭവിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹം, കാരുണ്യം ഏതാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണെന്ന് പറയും. പക്ഷെ മക്കളെ കൊണ്ട് പൂർണ്ണമായും ഉപകാരം ലഭിച്ചു എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടായിരിക്കും? എത്രമാത്രം നമുക്ക് അവരെ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച നിലക്കുള്ള ഉപകാരങ്ങൾ ലഭിച്ചു, അതൊരനുഗ്രഹമായി അനുഭവിക്കാൻ എത്രത്തോളം കഴിഞ്ഞു? പണമുണ്ടാകും. ഒരുപക്ഷെ 4 or 5 തലമുറക്ക് ജീവിക്കുവാനുള്ള പണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിച്ചു? നമ്മുടെ കൈവശമുണ്ട് എന്നത് നമുക്കൊരു അഭിമാനമാണെങ്കിലും പണം എത്ര കണ്ട് നമ്മുടെ മനസ്സമാധാനത്തിനും മാനസിക സന്തോഷത്തിനും ജീവിതാസ്വാദനത്തിനും ഉപകാരപ്പെട്ടു എന്നത് നമ്മൾ ആലോചിക്കണമല്ലോ. എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ആരോഗ്യമാണെങ്കിലും എല്ലാം. ഏറ്റവും അധികം മനുഷ്യൻ അനുഭവിക്കുന്ന, അവന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിക്കുന്ന മാനസിക സന്തോഷത്തിന് പിന്നിൽ ഖുർആനികമായ ആശയങ്ങളുണ്ട്, ഖുർആനികമായ ചിന്തകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ അത് നമുക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഖുൽ ബിഫളലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാഹുവിന്റെ ഔദാര്യം എന്ന് ഖുർആനെ കുറിച്ച് പറയാനാണ്. സമ്പത്തിനെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഖുർആനെ കുറിച്ച് പറയാം. അത് അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു, അബിറഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നു. എന്നിടത്തില്ല, കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിൽ ഒട്ടേറെ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് അള്ളാഹ് പറയാണ്,
ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നാണ്. ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ, സമ്പത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ, മക്കളെ കൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെയല്ലേ ആ ഖുർആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവരൊരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും അവർക്ക് ഖൈറാകുക, അവർക്ക് ഗുണം പിടിക്കുക, നന്മ കിട്ടുക. എന്തുകൊണ്ടായിരിക്കും? ഖുർആൻ കൊണ്ടായിരിക്കും എന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എത്രയാണ് ജീവിത സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും മക്കൾക്കും സമ്പത്തിനും അതേപോലെ തന്നെ ഏറ്റവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നവരെയൊക്കെ ഇതൊക്കെ എത്ര നമ്മൾ ഇടങ്ങാറാണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാളും ഹൈർ നമുക്ക് ഖുർആനാണ്. ആ ഖുർആൻ നമ്മളിലേക്ക് എത്താൻ, ഖുർആനികമായ ആശയങ്ങൾ പഠിക്കാൻ, ഖുർആനികമായ ചിന്തകൾ വീണ്ടും 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 നമ്മുടെ മനസ്സിലേക്ക് അറിവായി കൊണ്ടെത്തിച്ച് നമ്മുടെ സമാധാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടോ എന്നതാണ്. എന്തിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? അതും അള്ളാഹു ഖുർആൻ പഠി. എന്തിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്? വളരെ ചെറിയൊരു വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്തിനാ ഖുർആൻ ഇറക്കിയത്? സൂറത്ത് സ്വാദിലെ 29-ാമത്തെ വചനം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. കിതാബുൻ ഒരു ഗ്രന്ഥം, അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു, മുബാറക്. അത് മുബാറക്കാണ്. ഖുർആനെ പറ്റി അത് മുബാറക്കാണ്. മനുഷ്യ ജീവിതത്തിന്റെ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ളതാണ് ഖുർആൻ. ഖുർആൻ കൊണ്ട് മനുഷ്യൻ അള്ളാഹു അനുഗ്രഹം നിശ്ചയിച്ചിരിക്കുന്നു. രാവിലെ ഒരു 4 പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ അന്ന് അതിന്റെ ഒരു ബർക്കത്തുണ്ടാവും. ഖുർആൻ എന്നൊരായത്ത് നമ്മൾ മനഃപ്പാഠം പഠിച്ചാൽ അതിനൊരു ബർക്കത്തുണ്ടാവും. നമ്മുടെ കുട്ടി ഒരു ഹാഫിളായാൽ ആ ഹിഫ്ളിന്റെ ബർക്കത്തുണ്ടാവും അവന്. ഒരു ഖുർആന്റെ ആശയം ഖുതുബയായിട്ടോ പ്രസംഗമായിട്ടോ ഖുർആൻ ക്ലാസ് ആയിട്ടോ ഒക്കെ കേട്ടാൽ അതിനൊരു ബർക്കത്ത് കിട്ടുന്നതാണ്, ഒരനുഗ്രഹം. നമ്മുടെ എല്ലാറ്റിലും, ജീവിതത്തിലും, സ്വത്തിലും, സമ്പത്തിലും, ആരോഗ്യത്തിലും എല്ലാവരും ബർക്കത്ത് നൽകുന്ന ഗ്രന്ഥം മുബാറക്. നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു ഖുർആനെ പറ്റി പറഞ്ഞ പ്രയോഗമാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. പിന്നെ എന്തിനാണ് ഈ ഖുർആൻ? ലിയദ്ദബ്ബറൂ ആയാതി, ലിയദ്ദബ്ബറൂ ആയാതി. അതിന്റെ വചനങ്ങൾ അവർ ചിന്തിച്ചു പഠിക്കാൻ. അപ്പൊ നമ്മളുടെ അള്ളാഹ് ഏൽപ്പിച്ചൊരു പണിയാണ് എന്തരങ്ങൾ? ഈ ഖുർആനിന്റെ അർത്ഥങ്ങൾ നോക്കി, ആശയങ്ങൾ നോക്കി ചിന്തിച്ച് പഠിക്കുക. എന്നിട്ട് പഠിച്ചിട്ട് ആ ഖുർആന്റെ ആശയങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന് വേറൊരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമാധാനവും വെളിച്ചവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. അതിനെന്താ വേണ്ടത്? ലിയദ്ദബ്ബറൂ ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർ ചിന്തിച്ചു പഠിക്കട്ടെ. ബുദ്ധിയുള്ള ആൾക്കാർക്കാണ് ഇത് ചിന്തിച്ചും ആലോചിച്ചും പഠിക്കാൻ പറ്റുക. വളരെ ലളിതമായി, ഒരു പക്ഷേ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനഃപ്പാടമുള്ള എത്രയോ ആവർത്തി കേട്ടുപോയിട്ടുള്ള 1-2 വചനങ്ങൾ ഖുർആനിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പറഞ്ഞ ഒരു മുഖവുര ശരിയാണോ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ആ അറിവുകൾ, ഓരോ അറിവുകളും താക്കോലാണ് സുഹൃത്തുക്കളെ. വീടിനേക്കാളും ചെറുതാണ് വാതിൽ, വാതിലിനേക്കാളും ചെറുതാണ് താക്കോൽ എന്ന് പറയും. എന്നാൽ ആ താക്കോലും വേണം ആ വീടിന്റെ നിയന്ത്രണം. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സാധ്യമാകുന്ന ആശയങ്ങളാണ് ഖുർആനിലുള്ളത്. അങ്ങനത്തെ അറിവുകളാണ്. ഓരോ അറിവിനും ക്ഷമ എന്നൊരു അറിവാണ്, പ്രതീക്ഷ എന്നതൊരു അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ അത് വല്ലാത്തൊരു സ്നേഹമാണ് നമുക്ക് അള്ളാഹുവോട് ഉണ്ടാക്കുക. അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി, ഭക്തി, അള്ളാഹിനെ കുറിച്ച് അവന്റെ ഓരോ നാമങ്ങളെ കുറിച്ചും അറിയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോക വിശ്വാസം, അതൊക്കെ ഇങ്ങനെ ഉറച്ചുറച്ച് വരും. നമുക്കുണ്ട്. പക്ഷെ ഖുർആൻ പഠിക്കും തോറും അതെന്ത് ചെയ്യും? ശക്തി പ്രാപിച്ച് വേരുറച്ച് വരും. ആ വിശ്വാസത്തിന്റെ ദാർഢ്യത നമ്മുടെ ജീവിതത്തെ ഏത് പ്രതികൂലതകളിലും ആടി ഉലയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി പകരുന്നതാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ നാളെ പരലോകത്തെക്കുറിച്ചും സ്വർഗം നമ്മളിങ്ങനെ കണ്ണു കാണും, നരകം അതിങ്ങനെ ശരിക്ക് അനുഭവത്തിൽ വരും. നരകം കാണും മുമ്പ് ഖുർആനിന്റെ വിശദീകരണങ്ങളിലൂടെ ആ നരകം നമ്മൾ എന്ത് ചെയ്യും? കാണും. അതങ്ങനെ ബോധ്യപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ആശയങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയുമ്പോഴും ഉൾക്കാഴ്ചയും അറിവും വിശ്വാസവും നമുക്കിങ്ങനെ വർദ്ധിച്ചു വരും. ഖുർആൻ ശക്തമായി നമ്മൾ തദബ്ബുർ ചെയ്ത് ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താ അറിയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി
ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. എന്താ ഖുർആനെ കുറിച്ച് അവർ ചിന്തിച്ച് പഠിക്കാത്തത്? അവർ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് വലൗ കാന മിൻ ഇൻദി ഗൈരില്ല, അല്ലാഹു അല്ലാത്ത ഒരാളുടെ അടുക്കൽ നിന്നാണ് ആ ഖുർആനെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഖുർആൻ ശരിക്കൊന്ന് വായിച്ചു പഠിച്ചാൽ നോക്കൂ, നിങ്ങൾ ഒരേ കഥ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ എത്ര സ്ഥലത്താ പറയുന്നത്? നിങ്ങൾ എത്ര സ്ഥലത്ത് പറഞ്ഞാലും അവ തമ്മിൽ വൈരുദ്ധ്യമില്ല. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ പറയുന്ന ഒരു വസ്തുത, സത്യം പറയണം അല്ലെങ്കിൽ നീതി കാണിക്കണം, ഖുർആൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ആ കാര്യം ഏത് കാലഘട്ടങ്ങളിലും അത് സത്യമായി പറഞ്ഞ കാര്യത്തിന് എതിരായി, അത് ശരിയല്ലായിരുന്നു, അതൊരു മൂല്യമല്ലായിരുന്നു, ഒരു നീതി അല്ലായിരുന്നു, ഒരു കാലത്തും പറയില്ല. ആലോചിച്ച് നോക്കുന്നൊരു അത്ഭുതമാണ് വിശുദ്ധ ഖുർആന്റെ കാര്യം. ഏതെല്ലാം ഭാഷകളിൽ, ലോകത്ത് എന്തെല്ലാം ഭാഷ ഉണ്ടോ അതിലൊക്കെ ഗ്രന്ഥങ്ങളില്ലേ സുഹൃത്തുക്കളെ, പുസ്തകങ്ങളില്ലേ? എന്നാൽ അതിലേതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു ഈ 1000 കൊല്ലങ്ങൾക്കിടയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകം എടുത്തിട്ട് ഈ പുസ്തകത്തിനേക്കാളും മികച്ച ഒരു പുസ്തകം ഈ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റും? ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു പുസ്തകം എടുത്തിട്ട് ഇതിനേക്കാളും നല്ലൊരു പുസ്തകം ഇനി ഈ ഭാഷയിൽ ഇതുവരെ എഴുതിയിട്ടില്ല, ഇനി ആരും എഴുതൂല്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക? ഏറ്റവും വലിയ സാഹിത്യകാരന്മാരും ഏറ്റവും വലിയ അറിവുള്ള ആളുകളും കവികളും ജീവിച്ച കാലഘട്ടത്തിൽ ഒരു ശ്രമം പോലും നടത്തി നോക്കാൻ ധൈര്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനുമില്ല, അവരൊക്കെ തോറ്റുപോയി. അപ്പൊ ഖുർആൻ വായിച്ച് പഠിച്ചിട്ട് നമുക്ക് തോന്നണം ഇതെന്തായാലും മനുഷ്യന്മാരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ഒരിക്കൽ പോലും മറ്റൊരു വേദഗ്രന്ഥവും വായിച്ചു നോക്കാത്ത, മറ്റൊരു മതപുരോഹിതനുമായി സംഗമിക്കാത്ത, മറ്റൊരു പുരോഹിതനിൽ നിന്നും ഒന്നും കേൾക്കാത്ത ആളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിന്റെ കഥ പറയണത്, ഈസാ നബിന്റെ കഥ പറയണത്, മറിയം ബീവിന്റെ കഥ പറയണത്. അതെങ്ങനെ സാധ്യമാവുന്നത്? ബൈബിള് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ തൗറാത്ത് വായിച്ചിട്ടില്ല, ഇഞ്ചീൽ വായിച്ചിട്ടില്ല. അയിത്ത കാര്യങ്ങൾ അതിൽ പറഞ്ഞതിനേക്കാളും വ്യക്തതയോടുകൂടെ പറയാൻ എങ്ങനെ പറ്റി? അള്ളാന്റെ അടുക്കന്ന് വന്നതാണെന്നാണ്. ഒന്ന് പരിശോധിച്ചാൽ ഖുർആൻ അള്ളാന്റെതാണെന്ന് ബോധ്യപ്പെടുന്ന ചില വചനങ്ങൾ, ചെറിയ ചില വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഒന്ന് അള്ളാഹ് പറയണത് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിം. പല സ്ഥലത്തും ഖുർആൻ നമ്മൾ കാണുന്ന വചനം ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിം. എന്താ അർത്ഥം? അക്രമികൾ വിജയിക്കൂല എന്നാണ്. സുഹൃത്തുക്കൾ, അത് മാത്രം മനസ്സിലായാൽ മതി, ഞാൻ നിങ്ങളൊക്കെ നന്നാവും. അക്രമി വിജയിക്കുക. അതൊരു സന്ദർഭം എപ്പോഴാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ കൊട്ടാരത്തിലെ സ്ത്രീ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച കുറെ കാര്യങ്ങൾ, ഒരു തെറ്റായ പ്രവർത്തനത്തിന് വേണ്ടി കുലീനവതിയായ സൗന്ദര്യവതിയായ ഒരു സ്ത്രീ സ്വകാര്യമായി ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയ കുറെ തടസ്സങ്ങളുണ്ട്. അതിലൊന്ന് തന്റെ യജമാനന്റെ ഭാര്യയാണ്. ഇത്രയും നല്ലൊരു താമസ സൗകര്യം ഏർപ്പെടുത്തി അയാളോടൊരു ചതി ചെയ്യാൻ പാടില്ല. അവസാനം അദ്ദേഹം പറയുന്നതാണ് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, തെറ്റു ചെയ്യുന്നവർ, അക്രമം ചെയ്യുന്നവർ വിജയിക്കില്ല എന്നാണ്. സുഹൃത്തുക്കളെ, തീർത്തും നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായൊരു തെറ്റിലൂടെ ഒന്നും നേടാൻ പറ്റില്ല. ഇന്നിപ്പോ നിങ്ങളുടെ വ്യവഹാരങ്ങൾ നടക്കുന്ന കച്ചവടത്തിൽ നിന്ന് ഒക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇന്ന് നേരം വെളുത്ത് കട തുറന്നിട്ട് ഏതെങ്കിലും ഒരാളെ മനസ്സറിഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് ഒരു മെച്ചുണ്ടാവില്ല എന്നാണ്. അതൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ നേടുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ. ഇത് ഖുർആന്റെ പ്രസ്താവനയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. എവിടെയൊക്കെ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്ന് നോക്കിയാൽ മതി. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ ഔ കദ്ദബ ബിആയാതി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അള്ളാന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ, അസത്യങ്ങളെ അള്ളാന്റെ പേരിൽ ആരോപിച്ചും അള്ള പറയുന്ന സത്യങ്ങളെ നിഷേധിച്ചു പോണ ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊക്കെ ചിലപ്പോൾ ചില വിജയങ്ങൾ ഉണ്ടാവും, ചില ആഘോഷങ്ങൾ അവർ മികച്ചു നിൽക്കും. സത്യത്തെ പരാജയപ്പെടുത്തിയ പോലെ തോന്നുന്നു. പക്ഷെ ജയിക്കാൻ പോണില്ല എന്നാണ്. ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പോണില്ല. അവരെന്തോ ചെയ്തോട്ടെ, നീ അതിനൊന്നും അസ്വസ്ഥതപ്പെടണ്ട. ഖുൽ യാ ഖൗമി ഇഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂൻ. നീ നിന്റെ നിലപാടനുസരിച്ച് പോയിക്കൊള്ളുക എന്നാണ്. അവരെന്തോ ചെയ്തോട്ടെ, അത് നീ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അക്രമികൾ വിജയിക്കൂല. എന്തൊരു ആത്മധൈര്യമാണ് സുഹൃത്തുക്കളെ. ശക്തി കൊണ്ടും കഴിവ് കൊണ്ടൊക്കെ അക്രമികൾ വിജയിക്കുകയാണെങ്കിൽ ആര് വിജയിക്കണം എന്നറിയും? ഫിറൗൻ വിജയിക്കണ്ടേ?
ജയിക്കാനുള്ള യാതൊരു സാധ്യതയും അനുകൂല സാഹചര്യങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇല്ല. കിബുത്തികൾ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും സവർണരായ, ഏറ്റവും ഉന്നതരായിട്ടുള്ള മേധാവിത്വത്തിന് കീഴിൽ അടിമകളായി കഴിയുന്ന ആളുകൾ എന്തെങ്കിലും ആ നാടിന്റെ ചക്രവർത്തികളാകും എന്ന് വിചാരിക്കാൻ പറ്റൂ? ഒരിക്കലും വിചാരിക്കാൻ പറ്റൂല. പക്ഷേ എന്ത് ചെയ്തു? ആ വിജയം മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തു. അത് അള്ളാഹു അക്രമികൾ വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ അക്രമികളെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ചിലപ്പോൾ കുറച്ച് വൈകും, അക്രമി വിജയത്തിൽ ഇങ്ങനെ കുറച്ചു കാലം പോകാൻ പറ്റില്ല, പക്ഷെ ആത്യന്തികമായ വിജയം അവർക്കേ കിട്ടുള്ളൂ. വഖാല മൂസാ റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽ ഹുദാ മിൻ ഇൻദി വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. മൂസാ നബി തന്റെ ഒപ്പമുള്ള ആളോട് പറഞ്ഞു, ആരാണ് സത്യവുമായി വന്നതെന്ന് പടച്ചോൻ അറിയാം. ഞാൻ സത്യവുമായിട്ടാണ് വന്നത് എന്ന് പടച്ചോൻ അറിയും. അതുകൊണ്ട് പരലോകത്തെ ആത്യന്തികമായ വിജയം ആർക്കായിരിക്കും ഉണ്ടായിരിക്കാൻ അവർക്ക് കാണാൻ പറ്റുന്നതാണ്. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല എന്നാണ് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ നമ്മൾ കേട്ടൊരു വചനാണ്. ഖുർആനിലെ ചെറിയ ചെറിയ വചനങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ സുഹൃത്തുക്കളെ. അത് നമ്മുടെ മനസ്സിന് വെളിച്ചമുണ്ടാക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര സ്ഥലത്ത് നമ്മൾ വായിച്ചു പോയതാണ്. ഇത് പറയുന്ന ഒരു രംഗം സൂറത്തുൽ ബഖറയാണ്, 259-ാമത്തെ ആയത്. ഒന്ന് സൂക്ഷ്മമായിട്ട്, നമുക്ക് വലിയ ബുദ്ധിയും വലിയ ഭാഷാ കഴിവൊന്നും വേണ്ട സുഹൃത്തുക്കളെ, ഒരു മലയാള പരിഭാഷ എടുത്തു വെച്ചിട്ടൊന്ന് വായിക്കാനുള്ള മനസ്സ് മതി. ഖുർആൻ ഒന്ന് ചിന്തിച്ച് ആലോചിച്ചൊന്ന് പഠിക്കണം. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. ഒരാൾ നടന്നു പോവാണ്, ആകെ തകർന്നടിഞ്ഞൊരു ഗ്രാമത്തിലൂടെ, ഒന്നുമില്ല, ആ നാടിന്റെ എല്ലാ കെട്ടിടങ്ങളും മരങ്ങളും എല്ലാം തകർന്ന് പുനർനിർമ്മിക്കാൻ പറ്റാത്ത വിധം നശിച്ചു പോയൊരു ഗ്രാമത്തിലൂടെ ഒരാൾ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അയാൾ ഈ ഗ്രാമത്തിലേക്ക് നോക്കി ചോദിക്കുകയാണ്, കാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. എങ്ങനെയാണ് ഇതൊക്കെ നശിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷം അള്ളാഹു എങ്ങനെയാണ് അതിലേക്ക് പുനർജനിപ്പിക്കുക? ഇതൊക്കെ ഇനി വീണ്ടും പഴയതുപോലെ എങ്ങനെ ആയിത്തീരുന്നതാണ്. അപ്പൊ അള്ളാഹു അയാളെ തന്നെ ഒരു ദൃഷ്ടാന്തമാക്കാൻ തീരുമാനിച്ചു. അള്ളാഹ് എന്താ ചെയ്തത്? അയാളെ 100 വർഷം അയാളെ മരിപ്പിച്ച് 100 വർഷം അയാളെ മരിപ്പിച്ച് കിടത്തി. സുമ്മ ബഅത, പിന്നെ അയാൾക്ക് ജീവൻ കൊടുത്തു. പിന്നെ എന്താ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുന്നത്, അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല. പിന്നെ മരിച്ചവര് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹ്ക്ക് കഴിയും. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അവർക്ക് കഴിയാത്തതൊന്നും അള്ളാഹ്ക്ക് കഴിയില്ല എന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യ കഴിവിനോട് താരതമ്യപ്പെടുത്തിയാണ് അള്ളാഹുവിന്റെ കഴിവുകളെ അവർ ചോദ്യം ചെയ്തത്. അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും കഴിയും. അള്ള എങ്ങനെ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ? എന്നിട്ട് അയാളെ ജീവിപ്പിച്ചു. അള്ള ചോദിക്കാണ്, കം ലബിസ്ത്, 100 കൊല്ലം മരിച്ചു കിടന്ന ആളോട് ചോദിക്കാണ്, നീ എത്ര കാലം മരിച്ചു കിടന്നു എന്നാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞെന്താണ്? കാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, അത്രേ ഉള്ളൂ. 100 കൊല്ലം മരിച്ചു കിടന്ന ആൾക്ക് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം തോന്നുന്നുള്ളൂ. കാലബൽ ലബിസ്ത മിഅത ആം, 100 കൊല്ലം നീ മരിച്ചു കിടന്നു എന്നാണ്. അതുകൊണ്ട് ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്നഹ്. പക്ഷെ 100 കൊല്ലം മുമ്പ് അയാളെ കയ്യിലുണ്ടായിരുന്ന ആ ഭക്ഷണം കേടു, ഏറ്റവും പെട്ടെന്ന് കേടുന്ന ആ ഭക്ഷണം, ആ ഭക്ഷണത്തിനൊരു കേടുമില്ലാതെ അള്ളാഹു നിലനിർത്തി കാണിച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ് അയാളെ. അത് അയാൾ അവസാനം സമ്മതിക്കുന്നു. ഏറ്റവും അധികം പെട്ടെന്ന് കേടുന്ന ഭക്ഷണത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. പിന്നെ അള്ളാഹ് പറഞ്ഞു, എന്ത്? ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്നഹ് വൻദുർ ഇലാ ഹിമാരിക വലിനജഅലക ആയതൻ ലിന്നാസ്. നീ സഞ്ചരിച്ചു വന്ന ആ കഴുതയിലേക്ക് നോക്ക്. 100 കൊല്ലമായി, 100 കൊല്ലം കൊണ്ട് ഒരു ശരീരം ഭൂമിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കും അതൊക്കെ കഴുതക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ആ എല്ലുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ആ യഥാർത്ഥ ഒരു കഴുതയായി രൂപപ്പെട്ടു വരുന്ന ഫൻദുർ ഇലൽ ഇലാം കൈഫ നുൻശിസുഹ വനക്സുഹ ലഹ്മ. എങ്ങനെയാണ് ആ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുന്നത്, യോജിപ്പിച്ച് വെക്കുന്നത്, എങ്ങനെ അതിനെ മാംസം പൊതിയുന്നു എന്നൊക്കെ നോക്കുന്നതാണ്. ഫലമ്മാ തബയ്യന ലഹു, അങ്ങനെ അതാ അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോ അയാൾ പറയാണ്, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയും. സുഹൃത്ത്, നമ്മൾ മരിച്ചു പോയാൽ അള്ളാഹു നമ്മളെ കൊണ്ടുവരും. ഖബറിൽ അള്ളാഹു ശിക്ഷിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യും. സ്വർഗവും നരകമൊക്കെ അനന്തകാലം അനശ്വരകാലം ജീവിക്കുന്ന സ്വർഗ നരകങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. അതൊന്നും ഈ ലോകത്തെ യാഥാർത്ഥ്യങ്ങളുമായി
ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഓരോ വാക്കുകൾ ഒന്നിരുന്ന് ആലോചിക്കണ്ടേ നമ്മൾ ഖുർആൻ? ഇത്രയൊക്കെ തിരക്കിനിടയിൽ ഓതും അത്രയൊക്കെ ഹൈർ നമുക്ക് തരുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അരമണിക്കൂർ ഒന്നിരുന്ന് വായിക്കാനോ പഠിക്കാനോ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാനാണ് തദബ്ബുർ. അതിനാണ് അല്ലാഹ് ഖുർആൻ ഇറക്കിയത്. ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ആ വചനങ്ങളെ ചിന്തിച്ചു പഠിക്കാൻ. അതിനാണ് അല്ലാഹ് ഖുർആനെ തന്നെ ഇറക്കിയതെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യണ്ടേ? ചിന്തിച്ച് പഠിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഗ്രന്ഥം നമ്മൾ വായിച്ച് പഠിക്കണ്ടേ സുഹൃത്തുക്കളെ? അത് ആവശ്യമല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ ഖുർആൻ പറയുന്നത് വലിയൊരു കാര്യം. ഇതൊക്കെ ഓരോ ആശയങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതം മുഴുവൻ വെളിച്ചം പകരാൻ ഇത് മതി. വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു ലിത്തഖ്വാ. നല്ല പര്യവസാനം. ധർമ്മനിഷ്ഠയുള്ളവർക്ക് നല്ല പര്യവസാനം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം, ഓരോ ആളുകൾ അങ്ങനെ ഇറക്കി ഇങ്ങനെ ഇറക്കി ആ കച്ചവടം പരാജയപ്പെട്ടു, ഓരോന്ന് വിളിച്ച് പറയും. എന്തായാലും പരിഹാരം? എന്തായാലും അയാളെ കടം മുഴുവൻ വീട്ടാൻ പറ്റിയ ആളുണ്ടോന്നാണ് അയാൾ ചോദിക്കുക. അല്ല സുഹൃത്തുക്കളെ, നമ്മുടെ പരാജയങ്ങൾക്ക് പിന്നിൽ ഏറ്റവും പ്രധാനം നമ്മുടെ തഖ്വയില്ലായ്മയാണ്. അല്ലാഹ് പറഞ്ഞത് നമ്മൾ ചെയ്യണം. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകണം. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും അല്ലാഹ് പറയാത്തൊരു വഴിയിലൂടെ 10 രൂപ നമ്മുടെ പോക്കറ്റിൽ വരാതെ നോക്കണം. അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു ആത്യന്തിക വിജയം കൊടുക്കുള്ളൂ. അല്ലാഹ് പറയണതാണ്. ഖുർആൻ അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഉണ്ടാവും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് നല്ല പര്യവസാനമുള്ളത് എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ പറയുമ്പോൾ അതിൽ മൂസാ നബി അലൈഹി സ്വലാം തന്റെ ഒപ്പമുള്ളവരെ സമാധാനിപ്പിക്കണ ഈ ആശയം പറഞ്ഞിട്ടാണ്. ഈ ആശയം എല്ലാവർക്കും ഉള്ളതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നല്ലൊക്കെ അതൊക്കെ നടത്തി, ഞാൻ നല്ലൊക്കെ ഈ ബിസിനസ്സിൽ പണം മുടക്കി, ഞാൻ ഇതിന്റെ മൂലധനത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ല, എന്നെ പടച്ചും കൈവിടില്ല, എനിക്ക് വിജയം. അത് ചെറിയ സമാധാനമല്ല. കാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം ചോദിക്കും, നിങ്ങൾ ക്ഷമിക്കും. നിങ്ങൾക്കിപ്പോൾ പ്രതികൂലതകളുടെ പക്ഷങ്ങൾ ക്ഷമിച്ചോളും. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മയ്യശാഉ മിൻ ഇബാദിഹി. ഈ ഭൂമി അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു അതിന് അനന്തരം കൊടുക്കും. അതിന്റെ അവകാശികൾക്ക് അല്ലാഹു അത് കൊടുക്കും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്കാവുന്ന അന്തിമ പരിണതി. നമ്മളേറ്റ് വഴക്കടിക്കുന്നവരും കുടുംബ കലാപം ഉണ്ടാക്കുന്നവരും ശത്രുക്കളും അസൂയൊക്കെ ഓരൊക്കെ എന്തോ ചെയ്തോട്ടെ, ഇപ്പോലൊക്കെ വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷെ വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നമ്മൾ വിജയിക്കും. ആത്യന്തികമായി അവസാനം എന്ത് ചെയ്യും? നമ്മളാണ് സത്യത്തിന്റെ ആളുകളെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ വരുന്നാണ്. യാതൊരു സംശയവുമില്ല. കാറൂന്റെ കഥ പറയുന്നുണ്ട്. വലിയ മുതലാളിയാണ്. എന്തേലൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നും കൊടുക്കാതെ ഒക്കെ പിടിച്ചു വെച്ച് ഭയങ്കര അഹങ്കാരത്തോടെ ജീവിച്ചു. അവന്റെ കഥ പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്ന അല്ലാഹ് എങ്ങനെ അറിയോ? തിൽകദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ സ്വർഗ്ഗം ഉണ്ടല്ലോ, അത് അഹങ്കാരം നടിക്കാത്തവർക്കുള്ളതാണ്. ഭൂമിയിൽ ഔന്നിത്യം നടിക്കാത്തവരാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കാണ് സ്വർഗം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. എത്ര വലിയ മുതലാളിയായാലും സമ്പന്നനായാലും രാജാവാണെങ്കിലും ആത്യന്തിക വിജയം കിട്ടണോ? തഖ്വ വേണം. ഇതൊക്കെ അല്ലാഹ് ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. ധാരാളം ആശയങ്ങൾ ഇതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരാളെ പറ്റിക്കാൻ ഒരു പരിപാടി നമ്മൾ ആലോചിച്ചുണ്ടാക്കി ഒരു തന്ത്രം ഉണ്ടാക്കി ഒരാളെ കൊടുക്കാന്ന് വിചാരിച്ചാൽ അവസാനം നമ്മൾ കുടുങ്ങും. അതൊക്കെ ഖുർആൻ വ്യക്തമായിട്ട് നമുക്ക് എത്ര കഥകൾ പറയാണ്ടാവും. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും സുഹൃത്തുക്കൾ. നമ്മളെ കൊടുക്കാൻ വേണ്ടി വിളവൊപ്പിച്ച് തന്ത്രം ഒപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരായിരിക്കും കൊടുങ്ങുക. ഭൂമിയിൽ അഹങ്കാരങ്ങളും കുതന്ത്രങ്ങളും ചെയ്ത ആളുകൾ. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. ആരാണോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയത് അത് അവനിലേക്ക് വരുന്നതാണ്. എത്ര വലിയ ആശയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഈ വെളിച്ചങ്ങൾ, ഇതൊക്കെ കടലിൽ വഴിയറിയാത്തവന് നക്ഷത്രങ്ങൾ വഴികാട്ടുന്നത് പോലെയുള്ള നക്ഷത്രങ്ങളാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ. ഇത്തരം ആശയങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ. ആ ജീവിതത്തിന് വേറൊരു മധുരം ഉണ്ടാവും, വേറൊരു സന്തോഷം ഉണ്ടാവും, ആസ്വാദനം ഉണ്ടാവും. ഫബിദാലിക ഫല്യഫ്റഹു. അതുകൊണ്ട് ഖുർആൻ തദബ്ബുർ ചെയ്ത് ചിന്തിച്ച് പഠിച്ച് ഇനിയുള്ള ആയുസ്സിലെങ്കിലും ഒരു ദിവസം ഖുർആൻ എന്ന് ഒരാശയം. അങ്ങനെയുണ്ട് ആയത്തുകളൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ആയത്ത് അതിന്റെ അർത്ഥം ഒക്കെ നമ്മളെ വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുമാത്രം നോക്കാതിരിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. ഖുർആന്റെ തദബ്ബുറിന് വേണ്ടി ലിയദ്ദബ്ബറു ആയാത്ത്, അത് നമ്മുടെ അള്ളയെ ഏൽപ്പിച്ചൊരു ജോലിയാണെന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെപ്പോഴും രണ്ടിലൊന്നാവണം എന്നാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാൾ, രണ്ടിലൊന്ന് നമ്മളെപ്പോഴാണ്. ഇനി ഖുർആനെ പറ്റിയൊക്കെ നല്ല വിവരമുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാണെങ്കിൽ പഠിക്കണം. വിവരമില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹു മറ്റാർക്കും നൽകാത്ത വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഖുർആനുമായി ഒരു ആത്മബന്ധമുണ്ടാക്കാൻ, അതിന്റെ പഠനത്തിൽ ഒരാളാവാനും നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെയും ഖുർആനികമായ ചിന്തകളെയും നമുക്ക് വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്കത് പുറത്ത് മാപ്പാക്കി തരണം. ധാരാളം ആളുകൾ, രോഗത്തിൽ കിടക്കുന്ന ആളുകൾ, പെട്ടെന്ന് ആകസ്മികമായി മരണപ്പെട്ടു പോയ ആളുകളൊക്കെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രത്യേകമായ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവിടെ എല്ലാം പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നാണ്. ശരിയായ അറിവിനെയും സ്വീകാര്യപ്രദമായ അമലുകളെയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل